ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മളിന്ന് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ നബാർഡിനെ പറ്റി പറയാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പറയുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ ബേസിക് ആയ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാം. ഇപ്പം നബാർഡ് എന്താണ്, എന്തിനു വേണ്ടി വന്നു, ഇപ്പോഴത്തെ നബാർഡിൻ്റെ ചെയർമാൻ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നോക്കാം, നബാർഡിനൊരു ലോഗോ ഉണ്ട് അല്ലേ? നബാർഡിൻ്റെ ലോഗോ ഇങ്ങനെയാണ് വരുന്നത്. എന്തിനാണ് നബാർഡ് വന്നത്? നബാർഡ് ഈസ് ഇന്ത്യാസ് അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എത്രയാണ് 1982 അല്ലേ? 1982 അവിടെ നബാർഡ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അണ്ടർ ആക്ട് ഓഫ് പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിൻ്റെ ആക്ട് പ്രകാരമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നബാർഡ് വരുന്നത്. എന്തിനു വേണ്ടി? ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് അവിടെ നബാർഡ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തിനാണ്. നോക്കാം അവിടെ. ഇൻ ഇറ്റ്സ് ജേർണി ഓഫ് മോർ ദാൻ 4 decades, the premier development of financial institution has transformed lives of Indian villages through agri-finance, infrastructure, development, banking technology, promoting of microfinance and rural entrepreneurship through SHGs and JLGs and more. It continues to aid the national building through perspective. നബാർഡ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും റൂറൽ ഏരിയ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതുവരെ ബാങ്കിങ്ങും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഫിനാൻസുമായിട്ടും ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നഗരപ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. റൂറൽ ആയിട്ടുള്ള, അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ അതേപോലെ സെമി അർബൻ ഏരിയകളിലൊക്കെ ഇത്തരത്തിൽ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അവിടെ ഡെവലപ്മെൻറ്റോ മറ്റൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മളെ റൂറൽ ഏരിയയെ ഡെവലപ്പ് ചെയ്യാനും ബൂസ്റ്ററും ചെയ്യാനും വേണ്ടിയിട്ടാണ് നബാർഡ് അവിടെ വന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റ് പറയുന്നത്. കൂടാതെ റൂറൽ ഏരിയയിലൂടെ, റൂറൽ ഡെവലപ്മെൻറ്റിലൂടെ നമ്മളെ നാഷനെ ഒന്നാകെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യാനും കൂടി നബാർഡ് സഹായിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം അവിടെ എന്താണ് നബാർഡിൻ്റെ വിഷൻ. നബാർഡിൻ്റെ വിഷൻ എന്താണ് നമുക്ക് നോക്കാം. ഡെവലപ്പ് ബാങ്ക് ഓഫ് ദ നാഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെരിറ്റി, അതായത് നമ്മൾ റൂറൽ ഏരിയ ബൂസ്റ്റപ്പ് ചെയ്യുക എന്നൊരു കാര്യമാണ് നബാർഡിൻ്റെ വിഷനായിട്ട് വരുന്നത്. മിഷൻ നമുക്ക് നോക്കാം. എന്താണ് മിഷൻ എന്നത്? പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ പാർട്ടിസിപ്പേറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻ്റർവെൻഷൻ, ഇന്നോവേഷൻസ്, ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഫോർ സെക്യൂറിങ് പ്രോസ്പെരിറ്റി. അതായത് നമ്മുടെ റൂറൽ ഏരിയയെ ബൂസ്റ്റപ്പ് ചെയ്യുക, റൂറൽ ഏരിയയിലെ ആൾക്കാരെ കൂടുതലായിട്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കാനും അതേപോലെ അവിടെ അഗ്രികൾച്ചറിനെ സഹായിക്കുന്ന ടെക്നോളജികളെ വർദ്ധിപ്പിക്കാനും ഇത്തരത്തിൽ റൂറൽ ഏരിയയെ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുവരിക, അതേപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ നമ്മളെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കുക എന്നൊരു മിഷനാണ് പ്രധാനമായിട്ടും നബാർഡ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അവിടെ നബാർഡായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ നബാർഡ് വന്നു, എന്തായിരുന്നു നബാർഡ് വരാൻ കാരണമായ ചില കാര്യങ്ങളും നമുക്ക് നോക്കാം. The importance of institutional credit and boosting rural economy has been clear to the government of India right from its early stage of planning. അതായത് നമ്മളെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഭരണഘടന വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരത സർക്കാർ പ്രധാനമായിട്ടും റൂറൽ ഏരിയയെ ഒന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വേണ്ടത്ര രീതിയിലുള്ള വികസനങ്ങളും മറ്റു കാര്യങ്ങളും റൂറൽ ഏരിയയിൽ എത്തുന്നുണ്ടോ എന്ന രീതിയിലൊരു സംശയം നമ്മളെ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി therefore the Reserve Bank of India at the instance of the Government of India constituted a committee to review the arrangement for institutional credit for agricultural and rural development. അവിടെ RBI അവിടെ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ ഗവൺമെൻറ് റിവ്യൂ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളെ റൂറൽ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും കൂടി ഒരു കമ്മിറ്റിയെ രൂപീകൃതമാക്കുകയാണ്. അതാണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അത് വെച്ച് നമ്മളെ റൂറൽ ഏരിയ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളും മറ്റും വേണം, ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, വേണ്ടത്ര കാര്യങ്ങളൊക്കെ റൂറൽ ഏരിയയിൽ എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ആ ഒരു കമ്മിറ്റി ഫോം ചെയ്തത് 1979 മാർച്ച് 30 അതായത് മാർച്ച് 30 1979 ആ ഒരു കമ്മിറ്റി രൂപീകൃതമായിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് ശ്രീ ബി ശിവരാമനാണ്. അദ്ദേഹം എന്താണ് അതിനു മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ
ഒരു ചെയർമാനും കൂടി, അതിനുള്ള മെമ്പറും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ അതായത് റൂറൽ ഡെവലപ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള കമ്മിറ്റി അവിടെ രൂപീകൃതമാകുന്നത്. അതിനുശേഷം ആണ് നബാർഡ് അവിടെ എക്സിസ്റ്റ് ആയിട്ട് വരുന്നത്. നബാർഡ് അവിടെ വരുന്നത് 1982 ജൂലൈ 12-നാണ് നബാർഡ് അവിടെ എന്ത് ചെയ്തത്, നമ്മളെ ഇന്ത്യയിലേക്ക്, അതായത് നമ്മുടെ ഒരു ബാങ്കായിട്ട് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി അവിടെ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലും അഗ്രികൾച്ചറിനെയും അതേപോലെ തന്നെ ഡെവലപ്മെന്റിനെയും റൂറൽ ഏരിയയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നബാർഡ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ സർവീസ് ഓഫ് ദ നാഷൻ ബൈ ദ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി ഓൺ 5th November 1982. 1982 അവിടെ നമ്മളെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നബാർഡിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നബാർഡ് ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് വന്നിരിക്കുന്നത് 100 കോടി രൂപ വെച്ചിട്ടാണ് നബാർഡിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. പിന്നെ 2020 മാർച്ച് മാസം 31 അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് നമുക്ക് വന്നത് 14,080 കോടി രൂപയാണ് അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് 100 കോടിയായിരുന്നു സെറ്റപ്പിൽ ഉണ്ടായിരുന്നത്. കൂടാതെ 2020 മാർച്ച് 31 അതിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ട് 14,080 കോടി രൂപ കൂടി അതിൽ വന്നിട്ടുണ്ട് നബാർഡിന്റെ കേസിൽ. ഓക്കെ, ഇനി ഈയുള്ള സമയത്ത് നബാർഡ് എന്താണ്? നബാർഡ് നമ്മളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫുള്ളി ഓൺഡ് ആണ് അല്ലെ. നബാർഡ് ടുഡേ ഈസ് ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഫുള്ളായിട്ട് നബാർഡ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് നബാർഡ് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്, എന്താണ് എയിം ചെയ്യുന്ന കാര്യം നോക്കാം. നബാർഡ് ഇനീഷ്യേറ്റീവ് ആർ എയിംഡ് അറ്റ് ബിൽഡിംഗ് ആൻഡ് എംപവറിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ് റൂറൽ ഇന്ത്യ ത്രൂ സ്പെസിഫിക് ഗോൾ ഓറിയന്റഡ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബ്രോഡ്ലി ഇൻ ടു 3 ഹെഡ്സ്: ഫിനാൻഷ്യൽ, ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ. ഇത്തരത്തിൽ നമ്മൾ റൂറൽ ഏരിയയെ പോപ്പപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് ഒരു തരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഫിനാൻഷ്യൽ, ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ എന്ന രീതിയിൽ ഈ ഒരു ഗോളിന്, അതായത് ഈ ഒരു സ്റ്റെപ്പിനെ, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയെ മുൻനിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നബാർഡ് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. ഏത് ഏരിയ? റൂറൽ ഏരിയയിൽ പ്രധാനമായിട്ടും ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുക്കാനും അതേപോലെ ബാങ്കിങ് സർവീസിലെത്താനും ആ റൂറൽ ഏരിയയെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനൊക്കെയാണ് നബാർഡ് പ്രധാനമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാമിങ് വന്നെത്തി. ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ ഈ ചുരുക്കം ചില ദിവസങ്ങളെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 10 ഡേ ബൂസ്റ്റർ ബാച്ചുമായിട്ട് നിങ്ങളെ മുന്നിലെത്തുകയാണ്. 10 ഡേ ബൂസ്റ്റർ ബാച്ചുമായിട്ട് നിങ്ങളെ മുന്നിലെത്തുകയാണ്. എന്താണ് സവിശേഷത? 10 ദിവസം 20 മണിക്കൂർ കൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഏരിയ മൊത്തം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ 10 ദിവസം കൊണ്ട് 4 മോഡൽ എക്സാമുകൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാനോട് കൂടിയാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ 10 ദിവസത്തെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാം നമുക്ക് വേണ്ടിയാണ്, നമുക്ക് സ്വന്തമാക്കാം ഈ തവണ. ഓക്കെ, എക്കണോമിയിലേക്ക്, അതായത് എന്തൊക്കെയാണ് നബാർഡ് നമ്മൾ എക്കണോമിയിലേക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രം പ്രൊവൈഡിങ് റീഫിനാൻസ് സപ്പോർട്ട് ടു ബിൽഡിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് റൂറൽ ഏരിയയിലെ അവിടെ റീഫിനാൻസിങ് സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ റൂറൽ ഏരിയാസിനെ, അതായത് റൂറൽ ഏരിയൻ്റെ പല ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളും മുൻകൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീഫിനാൻസിങ് സ്ട്രക്ചർ ആര് കൊടുക്കുന്നുണ്ട്? നബാർഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്രം പ്രിപ്പയറിംഗ് ഡിസ്ട്രിക്ട് ലെവൽ ക്രെഡിറ്റ് പ്ലാൻ ടു ഗൈഡിങ് ദ മോട്ടിവേറ്റിംഗ് ടു ബാങ്ക് ഇൻഡസ്ട്രി ടു അച്ചീവ് ദീസ് ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് ബാങ്കിനെയും കൂടി കറക്റ്റായ രീതിയിൽ ബാങ്കിന് ലോൺ കൊടുക്കാനും ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട് നബാർഡ്. നെക്സ്റ്റ്, ഫ്രം സൂപ്പർവിഷൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRBs ടു ഹെൽപ്പ് ദം ഡെവലപ്പ് സൗണ്ട് ബാങ്കിങ് പ്രാക്ടീസ് ആൻഡ് ഓൺബോർഡിംഗ് ദം ടു ദ CSP പ്ലാറ്റ്ഫോം. അതായത് നമുക്കറിയാം, റീജിയണൽ റൂറൽ ബാങ്കിനെയും അതേപോലെ കോപ്പറേറ്റീവ് ബാങ്കിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് ഫെസിലിറ്റി അവിടെ നബാർഡ് കൊടുക്കുന്നുണ്ട്. ഫ്രം ഡിസൈനിങ് ന്യൂ ഡെവലപ്മെന്റ് സ്കീം ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് GOI ഡെവലപ്മെന്റ് സ്കീംസ്. ദെൻ ഫ്രം ട്രെയിനിങ് ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിഷ്യൻസ് ടു പ്രൊവൈഡിങ് ദം എ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ടു സെല്ലിംഗ് ദീസ് ആർട്ടിക്കിൾസ്. അതായത് നമ്മളെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഏരിയയിൽ ഉണ്ടാവും. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ചില ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി
നബാർഡ് അവിടെ എടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നബാർഡിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ് നബാർഡിന്റെ ഹെഡ് ഓഫീസ് വരുന്നത്. കൂടാതെ ശ്രീ ഷാജി KV ആണ് ഇപ്പോഴത്തെ കറന്റ്ലി ആയിട്ടുള്ള നബാർഡിന്റെ ചെയർമാൻ, അഥവാ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ ഷാജി ആണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അദ്ദേഹം വന്നത് അതായത് 2022 ഡിസംബർ 7 അദ്ദേഹം എന്ത് ചെയ്തത്, ഈ റോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൂടാതെ നബാർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ അറിയാം എന്തൊക്കെയാണ് നബാർഡ് ചെയ്തത്. ഓരോ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കറന്റ്ലി റൺ ചെയ്യുന്ന പ്ലാനുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ്സൈറ്റ് ത്രൂ അറിയാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നബാർഡിന്റെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടാതെ ഇപ്പോൾ കറന്റ്ലി നബാർഡിലേക്ക് ഒരുപാട് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്കൊക്കെ അപ്ലൈ ചെയ്ത് നബാർഡിലേക്കും അവരുടെ ജോലി നമുക്ക് ലഭിക്കുകയും ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അതുവരെ ബൈ.